ഈ അത്ഭുതത്തെ അറിയുക എന്നത് ദിവ്യബലിയിലെ പ്രാർത്ഥനയോടെ മനുഷ്യൻ പങ്കുചേരുമ്പോൾ അതിനെ നമ്മൾ അത്ഭുതം എന്ന് നമ്മൾ പറയും. അത് ദൈവം യേശുവിന് മുൻപിൽ കൊടുത്ത തന്റെ പ്രതീക്ഷകളെ അവൻ പൂവണിയിച്ചു. പോകുന്നതിന് മുൻപായിട്ട് അവൻ നൽകിയിട്ട് പോയതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. നമ്മൾ ചോദിച്ചു പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുന്നത് എന്തിനാണ്? പ്രാർത്ഥിക്കുവാനും ബലിയിൽ പങ്കുചേരുവാനും ബലി അർപ്പിക്കുവാനുമായിട്ടാണ്. വീണ്ടും ചോദ്യം നിലനിൽക്കുകയാണ്, എന്താണ് പ്രാർത്ഥന? അല്ലെങ്കിൽ എന്താണ് സുന്ദരമായ പ്രാർത്ഥന? അത് പറയുന്നത് ദൈവത്തിന്റെ ഹിതവും ഇഷ്ടവും അറിയുകയെന്ന് പറയും. സഭ പഠിപ്പിക്കുന്നത് പ്രകാരമാണ്. ഒരുവൻ തന്റെ മനസ്സിനെയും ഹൃദയത്തെയും ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥനയെന്ന് സഭ പഠിപ്പിക്കുകയും, യഥാർത്ഥത്തിൽ സുന്ദരമായ പ്രാർത്ഥന അത് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവമാണ്. യേശുവിന്റെ ജ്ഞാനസ്നാന സമയം ആ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായിട്ട് ജോർദാൻ നദിയിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ സുന്ദരമായ ആ ഫലത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പറയുന്നത് സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, പിതാവ് സംസാരിച്ചു. പ്രാർത്ഥനയുടെ പുണ്യമതാണ്. ഒരുവൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം. രണ്ടാമത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. മൂന്ന് പിതാവ് സംസാരിക്കുന്നത്. ഈ സുന്ദരമായ അനുഭവത്തിലേക്ക് മനുഷ്യൻ ചെല്ലുകയെന്നതാണ്. ആ ചെല്ലുമ്പോൾ അവനോട് പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചാൽ അവന്റെ ആന്തരികതയെ ഉണർത്തുകയെന്നതാണ്. പ്രാർത്ഥന അല്ലെങ്കിൽ ദിവ്യബലിയിലെ നമ്മൾ പങ്കുചേരുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ടതെന്ന് പറയുന്നത് അവന്റെ ആത്മീയമായ നേത്രത്തെ ഒരുക്കുകയെന്നതാണ്. പറയാറുണ്ട്, ഒരുവൻ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ ഉള്ള് എന്നതാണ്. അവന്റെ ആത്മീയത അല്ലെങ്കിൽ അവന്റെ മനസ്സ്, അവന്റെ ഹൃദയമാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് നമ്മൾ പറയാറുണ്ട്. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ തിരുനാള് സാർവത്രിക സഭ ആഘോഷിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് തുറക്കപ്പെട്ട ഹൃദയം എന്നതാണ്. അത് എല്ലാവർക്കും അതിൽ പ്രവേശിക്കാൻ എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും അതിലേക്ക് ആകർഷിക്കപ്പെടണമെന്നതാണ്. ആ തുറക്കപ്പെട്ട ഹൃദയം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെതാണ്. അവിടെ കപടതയില്ല, ഒന്നുമില്ല, നിഷ്കളങ്കമായിരിക്കുന്നതാണ്. യേശുവിന്റെ ഹൃദയത്തിലേക്ക് മനുഷ്യരെ വിളിക്കുമ്പോൾ അവനോട് പറയുന്നത് നിങ്ങൾ എന്താകണമെന്നതാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. അതിന് ഉറയൊരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്നതാണ്. ഉറ കെട്ടുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ ആന്തരികത അല്ലെങ്കിൽ ആത്മാവിനെ ഉണർത്തുന്ന പുണ്യമുണ്ടാകണമെന്നതാണ്.